ഒരു പുതിയ ദിവസം കൂടെ കർത്താവിന്റെ വചനവുമായി നമുക്ക് അറിയിപ്പാൻ ചെയ്യുന്ന സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സൺഡേ മന്ന എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും യേശുക്രിസ്തുവിന്റെ നിസ്തുതി നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച കർത്താവിന്റെ പാദത്തിലായിരിക്കാൻ ദൈവം തന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഒരു കാര്യം നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം എങ്ങനെ ദൈവ സന്നിധിയിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് വ്യക്തമായി പോൽക്കാലം നാം അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നാം നിത്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിന് ജാഗ്രതയോടെ, അതിന് പൂർണ്ണ മഹത്വത്തോടെ ചെയ്തെടുക്കുവാനുള്ള ഒരു ദൈവവചനത്തിന്റെ ചിന്തയാണ് ഇതുപോൽക്കാലം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഇതുപോൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗത്തിലേക്ക് ശ്രദ്ധയെ തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിന് 30-ാമത്തെ വാക്യമാണ് ഇപ്പോഴത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 22 വേഴ്സ് 30. എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താൻ. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന, മനസ്സിലാക്കാവുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ആ വേദഭാഗത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ ഇടയായിത്തീരേണ്ടത്. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രത്യേക ദേശത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പോരാടി പ്രാർത്ഥിക്കാൻ, ദൈവത്തിന്റെ കോപത്തെ ദേശത്ത് വരാതെ വണ്ണം പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ മണ്ഡലത്തെയാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടത്, ദൈവം എപ്പോഴും അന്വേഷിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ആ വേദഭാഗത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്ന. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടിയതിന് മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിൽ ഒരു പുരുഷനെ അന്വേഷിച്ചു. ദൈവം ഒരു അന്വേഷണത്തിലാണ് ആയിരിക്കുന്നതെന്ന് നാം മറന്നു കളയരുത്. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ, നാം എല്ലാവരും ദൈവസന്നിധിയിൽ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ നാം പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ പ്രാർത്ഥന ഏത് മാനദണ്ഡത്തിലായിരിക്കണം എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഇതുപോലെ നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ ദേശത്തെ നശിപ്പിക്കാൻ വരുമ്പോൾ അതിനുവേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ചില ജീവിതങ്ങളെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമേ, നാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് വാസ്തവമായ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയും മതിൽ കെട്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലത്തിലേക്കാണ് ദൈവം നമ്മെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദീർഘനാളുകളായി നാം പ്രാർത്ഥിക്കുന്നവരാണ്, നാം പലപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരാണ്. പല വിഷയങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം നമുക്ക് മറുപടി തന്നതാണ്. പക്ഷേ ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്? ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് മതിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന തലമുറയെ അന്വേഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. അതാ വേദഭാഗത്ത് നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. സ്തോത്രം. നാം ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച ദേശത്തെ കുറിച്ചുള്ള ഉത്തരവാദിത്വം, കെട്ടി പറഞ്ഞാൽ ദേശത്തിലെ കാവൽക്കാരെന്നുള്ള പദവിയിലാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് നാം മറന്നു കളയരുത്. നാം ആ ദേശത്ത് എന്താണ് ചെയ്യേണ്ടത്? ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവ കോപം ആ ദേശത്ത് വരാതെ വേണം മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചു. ചില പ്രത്യേക വ്യക്തി ജീവിതങ്ങളുടെ അടുക്കിലേക്ക് നമുക്കൊന്ന് പോകാനാണ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിൽ അവരായിരുന്ന അവസ്ഥകളെ കുറിച്ച് ഒന്ന് ചിന്തിപ്പാനാണ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായി നമുക്ക് കടന്നു പോകാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിപ്പാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൽ 22-ാം വാക്യം: അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി, അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്ര. പശ്ചാത്തലം ദൈവത്തിനെ അറിയാവുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ വാഗ്ദത്തവുമായി, അല്ലെങ്കിൽ ദീർഘനാളുകളായി അബ്രഹാം കാത്തിരിക്കുന്ന ഒരു പ്രത്യേക വാഗ്ദത്ത നിവൃത്തിയുടെ സമയമായി എന്നറിയിക്കേണ്ടതിന് അവൻ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ആ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുമെന്ന്
പറയേണ്ടതിന് അല്ലെങ്കിൽ അറിയിക്കേണ്ടതിന് ദൈവവും തന്റെ ദൂതന്മാരുമായി അബ്രഹാമിന്റെ അടുക്കൽ മമ്രയുടെ തോപ്പിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിലെ സന്തോഷ ദിവസങ്ങളിൽ ഒന്നാണ് ആ ദിവസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്താ? എന്നാൽ ദീർഘവർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു വാഗ്ദത്തത്തിന്റെ നിവൃത്തിയില്ല തന്റെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് സ്തോത്രം അറിയിക്കേണ്ടതിനാണ് വാസ്തവത്തിൽ ദൈവം തന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ ഇറങ്ങി വന്ന് അബ്രഹാമിനോട് വാഗ്ദത്തങ്ങൾ ദൈവം സംസാരിക്കുക. നിന്റെ ഭാര്യ സാറ അവൻ ഒരു കുഞ്ഞിനെ അണയ്ക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ശബ്ദമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾക്ക് ശേഷം ദൈവം അബ്രഹാമിനെ വിട്ടു കഴിയുമ്പോൾ അവൻ സ്തോത്രം അബ്രഹാമിൽ നിന്ന് അവൻ നന്മകൾ പ്രാപിച്ചു, അബ്രഹാം അവനെ ശുശ്രൂഷിച്ചു എന്നുള്ളത് ഒക്കെ ശരിയാണ്. എല്ലാം സ്വീകരിച്ച് അബ്രഹാമിൽ നിന്നുള്ള എല്ലാ നന്മകളും സ്വീകരിച്ചതിന് ശേഷം അബ്രഹാമിനെ അനുഗ്രഹിച്ച് പിരിയുന്ന ദൈവ സാന്നിധ്യത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ അവിടെ നിന്ന് പിരിയുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന അബ്രഹാമിനെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്റെ സഹോദരപുത്രൻ പാർക്കുന്ന ലോകം പാർക്കുന്ന പ്രത്യേക സ്ഥലത്തെ ദൈവം സന്ദർശിച്ച് അതിനുമേൽ ദൈവത്തിന്റെ കോപം വരാൻ പോകുന്നുവെന്ന് അറിയിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ് വേദഭാഗത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സ്തോത്രം. ആ പുരുഷന്മാർ സോദോമിലേക്ക് പോകുമ്പോൾ അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അബ്രഹാം അവിടെ നിൽക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? തന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവൃത്തി അടുത്ത ദിവസങ്ങൾ മുതൽ വെളിപ്പെടാൻ പോകുന്നുവെന്ന് ദൈവം ആലോചന പറഞ്ഞതിന്റെ സന്തോഷത്തിന് സമൃദ്ധിയിൽ നിൽക്കുന്ന അബ്രഹാം കേൾക്കുന്ന മറ്റൊരാലോചന എന്താണ്? അവൻ തന്റെ സഹോദരൻ പാർക്കുന്ന സോദോമിനെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു. രണ്ട് പ്രത്യേക വിഷയങ്ങൾ. ഒന്ന്, തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഗ്രഹത്തെ കുറിച്ച് ദൈവം സംസാരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന അബ്രഹാം കേൾക്കുന്ന അടുത്ത ദൂത് എന്താണ്? തന്റെ സഹോദരപുത്രൻ പാർക്കുന്ന ആ സ്ഥലത്തെ ദൈവം സന്ദർശിക്കാൻ പോകുന്നു, അതിനെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ദൂതുമായി നിൽക്കുന്ന അവൻ ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഞാനും നിങ്ങളും അവിടെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ പ്രതികരണം എന്ന് നാം ചിന്തിക്കണം. എന്താണ്? ദീർഘനാളുകളായി കാത്തിരിക്കുന്ന ഒരു ദൈവിക അനുഗ്രഹം തന്റെ ജീവിതത്തിൽ അടുത്ത ദിവസങ്ങൾ മുതൽ ആരംഭിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ദൈവം തന്നോട് പറഞ്ഞ ആലോചന. അതിൽ സന്തോഷ സമൃദ്ധിയിൽ നിൽക്കേണ്ടതിന് പകരം അബ്രഹാം തെരഞ്ഞെടുത്തത് എന്താണ്? സ്തോത്രം. തന്റെ സ്വന്തം സഹോദരപുത്രൻ താമസിക്കുന്ന ആ സ്ഥലത്തെ കുറിച്ച് ദൈവസന്നിധിയിൽ മധ്യസ്ഥത അയക്കാൻ നിൽക്കുന്ന അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. താഴോട്ട് നമുക്ക് വായിപ്പാൻ കഴിയുന്നത് അബ്രഹാം ആ ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ആ അബ്രഹാമിന്റെ ശബ്ദങ്ങൾ നമുക്ക് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അബ്രഹാം ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന കഴിക്കുന്നതാണ്. 23 24 വാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതെ സ്തോത്രം. അടുത്ത ജനം ദൈവത്തോട് ചോദിക്കുകയാണ്, ദുഷ്ടന്മാരോടുകൂടെ നീതിമാനെ നീ സംഹരിച്ചു കളയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്ന അബ്രഹാം. അതെ സ്തോത്രം. ഇവിടുന്ന് താഴ്ത്തു കുത്താൻ പറയുക, 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ ആ ദേശത്തെ നശിപ്പിക്കുമോ? ദൈവം പറയുന്നു ഇല്ല. അവിടുന്ന് പറഞ്ഞ് 10 നീതിമാന്മാർ വരെ എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് അബ്രഹാം അവിടെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. നോക്കണം, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ദൈവം സോദോമിലേക്ക് പോകാൻ കാത്തു നിൽക്കുകയാണ്. പക്ഷേ ദൈവത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആരാണ്? അബ്രഹാം അവനോട് സംസാരിച്ച് ആ ദേശത്തെ നശിപ്പിക്കാറുവണ്ണം ഏതെങ്കിലും ഒരു ഘടകമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോദോമിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു അബ്രഹാം. സ്തോത്രം. സോദോമിന് വേണ്ടി ഇടിവിൽ നിന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ തന്റെ സഹോദരപുത്രൻ ആ ദേശത്ത് നിന്ന് വിടുവിക്കപ്പെട്ടു. അവൻ സ്തോത്രം. ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ എന്താണ്? സ്തോത്രം. ലോത്തിന്റെ ഭാര്യ താൻ വിട്ടുപിരിഞ്ഞതിനെ ഓർത്ത് പിന്നോട്ട് നോക്കിയത് നിമിത്തമായി അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അവൾ ഉപ്പുതൂണായി മാറിയ ചരിത്രമാണ് നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. സ്തോത്രം. ഇവിടെ നാം ഓർത്തിരിക്കേണ്ടത് അബ്രഹാമിന്റെ സന്തോഷം ഏതിലായിരുന്നു? ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവൻ മധ്യസ്ഥത അടയ്ക്കുന്നത്, പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയ അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തന്റെ സ്വന്തം ജീവിതത്തിൽ വരുന്ന ആ നന്മയും അനുഗ്രഹങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവൻ വിശ്വാസത്തിന്റെ ആഴം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്
എടുത്ത അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. അവൻ സ്വന്തം ജീവിതത്തിൽ വരാൻ പോകുന്ന ചില നന്മകളും അനുഗ്രഹങ്ങളും അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കാൻ പോകുന്നുവെന്ന് ദൈവം തന്നെ ഇറങ്ങി വന്ന് സംസാരിച്ചപ്പോൾ അബ്രഹാം സന്തോഷിക്കേണ്ടതിന് പകരം അടുത്ത കേട്ട വാർത്തകൾ ജീവിതത്തെ വളരെ വേദനപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് ദൈവസാന്നിധ്യത്തെ അവിടുന്ന് വിടാതെ പിടിച്ചു നിർത്തി നിൽക്കുന്ന അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ താഴ്ത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ സ്തോത്രം അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അബ്രഹാം ദൈവസന്നിധിയിൽ തന്നെ നിൽക്കുന്നത്, മധ്യസ്ഥത അടയ്ക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തില് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്തോത്രം ദൈവം ഇതുപോലെ അവൻ നമ്മോട് ഇടപെട്ട എത്ര സമയങ്ങളുണ്ട്. ഞാൻ നീ ആയിരിക്കുന്ന മണ്ഡലത്തെ ദൈവം സന്ദർശിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അവൻ സ്തോത്രം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നാം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇതുവരെക്കാലം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ആ ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ദൈവത്തിന് ചോദിപ്പാനുണ്ട്. ജനത്തിനും ദൈവത്തിനും നടുവിൽ നിൽക്കാൻ, ദേശത്തിന് വേണ്ടി മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഇന്നും ജീവിതങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. എനിക്ക് നിനക്കും ആ മണ്ഡലത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുവരെക്കാലം പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും ആ മണ്ഡലത്തിലേക്ക് വിളിക്കുക. ദൈവജനത്തിനെ നശിപ്പിക്കാൻ പദ്ധതി ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സ്തോത്രം ദൈവസന്നിധിയിൽ മധ്യസ്ഥത അടയ്ക്കാൻ, മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്വം ലഭിച്ച ദൈവത്തിലെ ഞാൻ ഇനിയും ആ ഉത്തരവാദിത്വത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവം അതിന്റെ കണക്ക് നമ്മോട് തന്നെ ചോദിപ്പാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ രക്തത്തിന്റെ കണക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ വേണം ഞാൻ നിങ്ങൾ പ്രാർത്ഥനയുടെ ദൗത്യം ഏറ്റെടുക്കാൻ. സ്തോത്രം. അവൻ നാം പ്രാർത്ഥനയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ സ്തോത്രം നമുക്ക് വ്യക്തമായി അവൻ തിരിച്ചറിയേണ്ട 1-2 കാര്യങ്ങൾ ആ വേദഭാഗത്ത് നിന്ന് ഒന്നുകൂടെ ചിന്തിപ്പാൻ ദിവസം ആഗ്രഹിക്കുക. മറ്റൊരു ദൈവഭക്തനെ അവൻ സ്തോത്രം മറ്റൊരു ഭക്തനെയാണ് ഭക്തന്റെ അടുക്കലേക്കാണ് നാം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകത്തിലേക്ക് നാം കടന്നുപോയാൽ അവിടെ മറ്റൊരു ഭക്തനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവസാന്നിധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ മധ്യസ്ഥത അടയ്ക്കുന്ന മറ്റൊരു അവൻ സ്തോത്രം ദൈവഭക്തനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം അവൻ സ്തോത്രം 29-ാം അധ്യായം അതിലെ 25-ാമത്തെ വാക്യത്തിൽ അവൻ നമുക്ക് വായിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ആ വേദഭാഗത്തിൽ ഒന്ന് ചിന്തിപ്പാൻ ദൈവത്തിൽ ആഗ്രഹിക്കുക. ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യം. യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരിക്കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണ് കിടന്നുവെന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ചില പ്രത്യേക വിഷയങ്ങളുണ്ട്. എന്താണ്? ദൈവം തന്റെ ജനത്തെ, അതായത് മിസ്രയീമിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം കൊണ്ടുവന്ന ഒരു ജനതയെയാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം എന്ത് ചെയ്തു? അവരെ നശിപ്പിക്കാൻ പദ്ധതിയിട്ടു. കാരണം എന്താ? ദൈവത്തിന് പകരം മറ്റെന്തിനെയൊക്കെയോ ആരാധിക്കാൻ ജനത്തിന്റെ ഹൃദയം തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. അവൻ വരുന്നതിന്റെ പരിണത ഫലമായി അവൻ സ്തോത്രം അവരെ നശിപ്പിക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുക. സ്തോത്രം. എന്നാൽ അതിന് നടുവിൽ 40 രാവും 40 പകലും വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന അവൻ മോശയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മോശ ദൈവത്തോട് പറയുക, ദൈവമേ ഈ ജനത്തെ നീ നശിപ്പിക്കരുത്. എന്താ കാര്യം? നീ നിന്റെ മഹത്വം കൊണ്ട് മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് കൊണ്ടുവന്ന ഈ ജനത്തെ നീ നശിപ്പിച്ചാൽ അവൻ സ്തോത്രം ലോകം പറയും അവനെ നശിപ്പിക്കാനാണ് ദൈവം അവരെ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്ന് പറയാൻ ഇടയായിത്തീരും. അതുകൊണ്ട് അത് നിന്റെ നാമത്തിന് അപമാനമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ തന്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന മോശയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പകരം മോശ പറയുക, എന്റെ പേര് നീ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കണമേ, എന്നാൽ ഈ ജനത്തെ നീ നശിപ്പിച്ച് കളയരുതേ എന്ന് പറഞ്ഞ് അവൻ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളെ നോക്കാതെ അവൻ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന മോശയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. നോക്കണം, എത്ര ഉത്തരവാദിത്വമുള്ള ഒരു ഭക്തനെയാണ് നമുക്ക് ആ വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. തന്റെ നേതൃത്വത്തിൽ മിസ്രയീമിൽ നിന്ന് മരുഭൂമി വഴിയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക ജനതയുടെ നടുവിൽ മോശ നിന്നുകൊണ്ട് പറയുക, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം അവിടുത്തെ നാമനിമിത്തമാണ്, പക്ഷേ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാറ്റിയാൽ ഈ ജനത്തെ നശിപ്പിച്ച് കളയരുതേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന മോശ. അവൻ സ്തോത്രം. അവൻ ദൈവസന്നിധി ദൈവം അന്വേഷിക്കുന്നത് ഈ തലമുറയിലും അത് തന്നെയാണ്. മോശയെ പോലെ ദൈവിക ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തിന്റെ അവൻ ഹൃദയഭാരം മനസ്സിലാക്കിക്കൊണ്ട് ഇടിവിൽ നിന്ന് കരയുന്ന, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹത്തെ, ഒരു കൂട്ടം ദൈവജനത്തെ കർത്താവ് ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥനയുടെ ദൗത്യം എന്തുകൊണ്ട് നാം ഏറ്റെടുക്കണം എന്ന് ചിന്തിച്ചാൽ അവൻ പ്രാർത്ഥന എന്ന് പറയുന്നത്
സ്തോത്രം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു വസ്തുതയാണെന്ന് നാം തിരിച്ചറിയണം. എന്താണ്? നമ്മുടെ ആത്മീക ജീവിതത്തിന് പ്രാർത്ഥന ആവശ്യമാണ്. നമ്മുടെ മുൻപോട്ട് ഗമനത്തിന് പ്രാർത്ഥന ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പിശാചിന്റെ മണ്ഡലങ്ങളെ ജയിക്കാൻ പ്രാർത്ഥന ആവശ്യമാണ്. ഏത് പരീക്ഷണ ഘട്ടങ്ങളെയും മറികടക്കണമെങ്കിൽ വേറൊരു ഷോർട്ട് കട്ട് ഇല്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ എന്റെയും ഇതിനെയും ബലപ്പെടുത്തുന്ന വസ്തുത എന്താണെന്ന് സ്തോത്രം ഒരു വേദഭാഗം കൂടെ ചിന്തിച്ചിട്ട് മറ്റു ചിന്തകളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ, നാം പ്രാർത്ഥനയ്ക്ക് അടുത്ത് ചെല്ലുമ്പോൾ ഓർത്തിരിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വസ്തുത എന്താണ് എന്ന വേദഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന് ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങിയവരായ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലാം. സ്തോത്രം. നമുക്ക് ഒരു വാതിൽ യേശു തുറന്നു തന്നു എന്നാണ് 19-ാം വാക്യം വായിക്കുന്നത്. സ്തോത്രം. തന്റെ ദേഹം എന്ന തിരശ്ശീല നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ഒരു ജീവനുള്ള പുതുവഴി. അവൻ യേശുവിന്റെ ശരീരം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മുറുക്കപ്പെട്ടത് നിമിത്തം ദൈവം തന്റെ ഹിതത്തിലേക്ക് യാത്ര ചെയ്യാൻ അവൻ ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അതാ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യം കർത്താവ് നമുക്ക് തന്നു. പ്രാർത്ഥിക്കാൻ അടുത്ത് വരുമ്പോൾ ഓർത്തിരിക്കേണ്ടത്, ഞാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് എവിടെയാ? അവൻ പഴയ വിശുദ്ധന്മാർക്ക് കഴിയാവുന്ന അവർക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് ദൈവം എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടയിരുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ നാം പഠിച്ചാൽ പഴയ നിയമ വിശുദ്ധന്മാർക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു വരാൻ, അല്ലെങ്കിൽ യാഗങ്ങൾ അർപ്പിക്കാൻ കടന്നു വരാൻ എവിടെ വരെ വരാമായിരുന്നു? പ്രാകാരത്തിൽ മുറ്റത്ത് നിൽക്കാനേ അവർക്ക് അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അവൻ സ്തോത്രം. വിശുദ്ധ സ്ഥലത്ത് കടക്കണമെങ്കിൽ ലേവ്യന് മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി വരാൻ അവൻ സ്തോത്രം മഹാപുരോഹിതന് മാത്രം, അതും ദൈവം നിശ്ചയിച്ച സമയങ്ങളിൽ മാത്രമേ സാധ്യമായിരുന്നുള്ളൂ എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല എനിക്കും നിങ്ങൾക്കും വേണ്ടി ചീന്തിയത് കൊണ്ട് കൃപാസനത്തിന്റെ അടുക്കലേക്ക് വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള അധികാരം കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു വയ്ക്കാനിടയായി തീർന്നു. സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി അടുത്തു വരുന്ന ദൈവത്തിന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, ഞാൻ ഇരിക്കുന്നത് എവിടെയാ? അതിവിശുദ്ധ സ്ഥലത്ത്. അവൻ സ്തോത്രം മഹാപുരോഹിതൻ മാത്രം കയറി വരുന്ന ആ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ ത്രോണോസിന് അടുക്കൽ കടന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവൻ കൃപയുടെ സിംഹാസനത്തിന്റെ അടുക്കലേക്ക് കയറി വന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവൻ ആ പ്രാർത്ഥന നാം നടത്തുമ്പോൾ അവൻ നമുക്ക് ദൈവം ചില അധികാരങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ സ്തോത്രം. നാം ആരായിട്ടാണ് ചെല്ലുന്നത്? ആ മക്കൾ എന്ന നിലയിലാണ്. അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരത്തോടു കൂടിയാണ് കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അവൻ ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹവും അധികാരവും എന്താണ്? അവൻ സ്തോത്രം. യേശു പിതാവിന്റെ മുൻപിൽ നിന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത് പോലെ അവൻ യേശു ഒരു ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തിയിട്ട് സ്തോത്രം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് യേശുവിനെ പോലെ അടുത്തു ചെല്ലാനുള്ള വിശേഷ സാന്നിധ്യം കർത്താവ് നമുക്ക് തുറന്നു വെച്ചിരിക്കുക. പുത്രനായ ക്രിസ്തു പിതാവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അംഗീകരിക്കുന്നത്, പിതാവ് അംഗീകരിക്കുന്നത് എന്ന് നാം മറന്നു കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അതേ തൃഷ്ണയിൽ, അതേ അവൻ ദൈവിക പദ്ധതിയിൽ നിന്നുകൊണ്ട് വേണം പ്രാർത്ഥനയുടെ ദൗത്യം നാം ഏറ്റെടുക്കാൻ. ആ പ്രാർത്ഥനയുടെ ദൗത്യം എങ്ങനെയായിരിക്കണമെന്ന് ഒന്ന് ചിന്തിപ്പാൻ ദൈവത്തിൽ ഞാൻ ആഗ്രഹിക്കുക. അവൻ ആ പ്രാർത്ഥനയുടെ ആഴം ഏറ്റെടുക്കുമ്പോൾ അവൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നുപോയാൽ അവിടെ പ്രാർത്ഥനയുടെ ആഴം യേശുവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്താണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നാം കടന്നുപോയാൽ അവിടെ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. 22-ാം അധ്യായം അതിൽ 40-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന് 40-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. വേദഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയൊന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. യേശു അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ് നമുക്ക് അവിടെ വായിപ്പാൻ കഴിയുന്നത്. സ്തോത്രം. ആ വേദഭാഗത്തിൽ അവൻ യേശുവിന്റെ പ്രാർത്ഥന
വളരെ ശക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യേശു പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന യേശു പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? അവൻ സ്തോത്രം തന്റെ പ്രിയ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയിട്ട് അവിടെ പ്രത്യേക സ്ഥലത്ത് ഇരുത്തിയിട്ട് അവൻ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന യേശു. എന്താണ് വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അവൻ എന്താണ് ഇതിന്റെ അർത്ഥം? അവൻ യേശു പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. എവിടെയാ? അവൻ സ്തോത്രം നിരന്തരം പിതാവിന്റെ അടുക്കൽ വരാറുള്ള ആ പ്രത്യേക സ്ഥലത്ത് അവൻ സ്തോത്രം അവൻ കടന്നു വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ സ്തോത്രം ഗത്സമനായി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശിഷ്യന്മാരെ മാറ്റിയിരുത്തതിന് ശേഷം പിതാവും താനും മാത്രമായി ഇരുന്നു കൊണ്ട് അവൻ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന വിഷയങ്ങളിൽ പിതാവിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന യേശുവിനെയാ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഞാനും നിങ്ങളും പ്രാർത്ഥനയ്ക്കായി അടുത്ത് ചെല്ലുമ്പോൾ ഓർത്തിരിക്കേണ്ടത് അവൻ സ്തോത്രം ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാനും പിതാവും ഒരുമിച്ച് നിൽക്കുന്നത് പോലെ യേശു നിന്നെ അതേ മണ്ഡലത്തിൽ നിൽക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വചനം നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്നു. അവൻ സ്തോത്രം അലയിൽ കടന്ന് വാവിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ നമ്മെ പരസ്യമായി മാനിപ്പാനിടയായി തീരും. സ്തോത്രം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ദേശത്തിന് വേണ്ടി മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു തലമുറയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിന് വേണ്ടി മാത്രമല്ല, നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ യേശു പ്രാർത്ഥിച്ച മാനദണ്ഡം അതാണ്. അവൻ സ്തോത്രം. അടുത്ത നിമിഷങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്താണ്? മാനവജാതിയുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം തന്റെ ചുമലിലെത്തിക്കൊണ്ട് അവൻ അതിനെ ചുമന്നൊഴിക്കാനുള്ള യേശുവിന്റെ അവൻ ഉള്ളിന്റെ വേദനയാണ് താൻ പിതാവുമായി പങ്കുവയ്ക്കുന്നത്. സ്തോത്രം. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ അവൻ സ്തോത്രം ആത്മാർത്ഥമായി യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് നിനക്ക് കഴിയുന്നുണ്ടോ? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? നാം ഒക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ദൈവം അന്വേഷിക്കുന്നത് ആരെയാ? സ്തോത്രം. ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് മതിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന ആ ജീവിതങ്ങളെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അവൻ ആ വ്യക്തി ജീവിതങ്ങളെ കുറിച്ചാണ് ദൈവത്തിന് വാസ്തവമായി താല്പര്യമുള്ളത്. യേശു കാണിച്ച മാതൃക അതാണ്. തനിക്ക് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്, മാനവജാതിയുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി താൻ കടന്നു പോകേണ്ട കഷ്ടങ്ങളും നടുവിൽ അവൻ ദൈവത്തിന് വലിയ സാന്നിധ്യം തന്നോട് കൂടെ ഇരിക്കുവാൻ പിതാവിനോട് അപേക്ഷിക്കുന്ന അവൻ യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ചില നിമിഷങ്ങളിലേക്ക് പിതാവ് മുഖം മറച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധത്തിന്റെ ശക്തമായ മണ്ഡലത്തിൽ നിൽക്കുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ നീയും ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ട്. അവൻ സ്തോത്രം. ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് അവൻ പിതാവിന്റെ സന്നിധിയിൽ അവൻ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെയെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇനിയും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഞാൻ ഇനിയും ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഞാൻ ഇനിയും സ്തോത്രം നശിച്ചു പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവസ്ഥയിൽ മധ്യസ്ഥത അടയ്ക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു സ്വർഗം ജീവിക്കുന്നു എന്നുള്ളത് ഇന്നുവരെക്കാലം വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ദൗത്യം എന്തായിരിക്കണം? ദേശത്തെ നശിപ്പിക്കാൻ വരുന്ന അവൻ പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോകുന്ന മണ്ഡലത്തിൽ നിന്ന് ചിലതിനെ വേർതിരിച്ചെടുക്കാനുള്ള ദൗത്യമായിരിക്കണം എന്റെയും നിങ്ങൾ ഈ പ്രാർത്ഥനയുടെ ആഴമെന്ന് നിങ്ങൾക്കാലം ദൈവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതല്ലാതെ മറ്റെന്തൊക്കെയോ പ്രാർത്ഥിക്കുന്ന അനേക ജീവിതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു, അവരെന്നെ അതരം കൊണ്ട് ഇസ്രായേലിനെ കുറിച്ച് പറയുക, അവരെന്നെ അതരം കൊണ്ട് ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ ഹൃദയം കൊണ്ട് അവരെന്നിൽ നിന്ന് ദൂരെ ആയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തെ നോക്കി കർത്താവ് അങ്ങനെ പറയാനിടയായി തീരുമോ എന്ന് നാം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തില് നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റെടുക്കേണ്ട ദൈവിക ദൗത്യം അവൻ പ്രാർത്ഥനയുടെ മണ്ഡലം ഏറ്റെടുക്കാൻ കഴിയാതെ ആയപ്പോൾ ഏതെങ്കിലും അവസരങ്ങൾ ഉണ്ടെങ്കിൽ അവൻ സ്തോത്രം ഇന്ന് ഒരു കാലം ദൈവമാകൊണ്ട് മടങ്ങി വന്ന ദൈവത്തോട് കർത്താവേ അവൻ സ്തോത്രം പ്രാർത്ഥനയുടെ യഥാർത്ഥത്തിലൂടെ ആഴം അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവം ജീവിതങ്ങളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദേശങ്ങളിൽ ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാൻ ആരുണ്ടെന്ന് അന്വേഷിക്കുന്ന ഒരു തലമുറ അവൻ ഒരു ദൈവപ്രവൃത്തിയാണ് വേദഭാഗത്ത് നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. സ്തോത്രം. അവൻ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവം അന്വേഷിച്ചു എന്തിനു വേണ്ടി? അവൻ സ്തോത്രം മതിൽ കെട്ടി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനതയെ ദൈവം അന്വേഷിച്ചു, പക്ഷേ ആരെയും കണ്ടില്ലാതാനും എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവൻ ഹല്ലേലൂയ ആരെയും കാണാത്ത ഒരവസ്ഥയിലാണ് അവൻ പ്രവാചകൻ ആ പ്രവചന ശബ്ദം
പറഞ്ഞു നിർത്തുന്നു. സ്തോത്രം. എന്നാൽ എന്റെ നിങ്ങളുടെയും അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നാൽ അവൻ സ്തോത്രം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജനത്തിന് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുന്ന, നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ദൈവസ്ഥലം നിൽക്കാൻ എത്ര പേരുണ്ടെന്നോ ഇതുവരെ കാലം പരിശുദ്ധാത്മാവ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്റെ നിന്റെ പ്രാർത്ഥനയുടെ മണ്ഡലം എവിടെ നിൽക്കുന്നു എന്ന് കാലം ഒന്ന് പരിശോധിച്ച് നോക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിൽ എന്റെ ഇതിന്റെ പ്രാർത്ഥന അവൻ പരിമിതപ്പെട്ടു പോയോ, ആ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരാൻ അവൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? ദേശത്തെ കുറിച്ച് ദൈവം കണക്ക് ചോദിക്കുമ്പോൾ എനിക്ക് നിനക്ക് കണക്ക് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നതുപോലെ കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാനായിരിക്കുന്ന തലമുറയിൽ ആരെങ്കിലും ഒക്കെ നശിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണെന്നുള്ള ആത്മഭാരം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ, യേശു പ്രാർത്ഥിച്ചതുപോലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എന്നതുപോലെ കാലം പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. ആ ദൗത്യം ഏറ്റെടുക്കാൻ ആരെന്ത് എത്ര പേരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇതുപോലെ കാലം ചോദിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ ദൈവിക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് കർത്താവിനോട് ചേർന്ന് അവൻ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ. പ്രവാചകൻ കൂടെ ദൈവം പറയുന്ന ശബ്ദം ഞാൻ ആരെയും കണ്ടില്ല എന്ന് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. എന്നാൽ എന്റെയും നിങ്ങളുടെയും അടുക്കിലേക്ക് വന്ന ദൈവം സ്തോത്രം നോക്കുമ്പോൾ അവൻ സ്തോത്രം അബ്രഹാമിനെ പോലെ വിശ്വസ്തയോടെ ഒരു ദേശത്തിന് വേണ്ടി നിലവിളിക്കുന്ന, അവൻ മോശയെ പോലെ അവൻ സ്തോത്രം താൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന ദൈവജനത്തെ നശിപ്പിക്കാനുള്ള ദൈവ പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന, അവൻ ഇടിവിൽ നിൽക്കുന്ന അവൻ മോശയെ പോലെ ആയിത്തീരാൻ ആർക്ക് കഴിയുമെന്ന് പരിശുദ്ധാത്മാവിന് ഒരു കാലം ചോദിക്കുകയാണ്. നാം ആയിരിക്കുന്ന മണ്ഡലത്തെ നോക്കിയാൽ അവൻ പാപം ഇത്ര വളരെ പെരുകിയിരിക്കുന്ന ഒരു കാലം അവൻ സ്തോത്രം നമ്മുടെ ദേശത്ത് അവൻ പാപത്തിന്റെ മണ്ഡലം വളരെ ശക്തമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. ദൈവജനത്തിന് നിലനിൽക്കാൻ കഴിയാത്തതുപോലെ പരിസ്ഥിതിയിലായിരിക്കുക. പക്ഷെ ഇന്നും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായിട്ട് നാം നിൽക്കുന്നുണ്ടോ? അതോ പ്രാർത്ഥനയുടെ ആഴം ഏറ്റെടുത്ത് ദേശത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിപ്പാൻ, മധ്യസ്ഥത അയപ്പാൻ, മതിൽ കെട്ടി പ്രാർത്ഥിപ്പാൻ വിശാലിന്റെ ഒരു മണ്ഡലങ്ങൾ എന്നെ ഇതിനെ ഏൽപ്പിച്ച മണ്ഡലത്തിൽ കയറാവണം മതിൽ കെട്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വമാണ് എന്നെ ഇതിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന. ആ ഉത്തരവാദിത്വം ഞാനും നീ നിന്നാൽ അവൻ സ്തോത്രം ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കാനിടയായിത്തീരും. അവൻ ദൈവത്തിന് മുഖം അന്വേഷിക്കുന്നവരെ തള്ളിക്കളയാത്തൊരു ദൈവ സാന്നിധ്യം. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ എന്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം നോക്കാമെന്നാണ് പ്രവാചകനോട് പറഞ്ഞത്. സ്തോത്രം. അവൻ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവകാര്യങ്ങളിൽ ധാരാളം ശ്രദ്ധ കൊടുക്കേണ്ടതിന് പകരം നമ്മുടെ കാര്യങ്ങൾ നാം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരാ. എന്നാൽ ഇതുപോലെ കാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് നമ്മെ ഒന്ന് ദൈവസേനയെ സമർപ്പിക്കാം. കർത്താവേ, എന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, എന്റെ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം, എന്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൻ മതിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന മണ്ഡലത്തിലേക്ക് ഞാനിതാ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, എന്നെ നീ സഹായിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇതുപോലെ കാലം ചോദിക്കുകയാണ്. നമുക്ക് ദൈവസേനയെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ആ പ്രാർത്ഥനയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ എനിക്ക് അവൻ സ്തോത്രം ആ ദൗത്യത്തിൽ നിൽപ്പാൻ അബ്രഹാമിനെ പോലെ, മോശയെ പോലെ, യേശുവിനെ പോലെ ആ മണ്ഡലത്തിൽ നിൽക്കാൻ എനിക്ക് നീ കൃപ തരണമേ എന്ന് അവൻ നമുക്ക് ദൈവസേനയെ പ്രാർത്ഥിക്കും. മറ്റനേക ഭക്തന്മാരുടെ പ്രാർത്ഥനയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം വിവരിപ്പാൻ ഞാൻ ഇതുപോലെ കാലം സമയമെടുക്കുന്നില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ആ പ്രാർത്ഥനയുടെ ദൗത്യത്തിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. അവിടേക്ക് ഒന്ന് കയറി ചെല്ലാൻ യേശു പിതാവിന്റെ അടുക്കൽ കയറി ചെന്ന് അവൻ പിതാവുമായി പ്രാർത്ഥിച്ചതുപോലെ അവൻ സ്തോത്രം അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ കൃപാസനത്തിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിപ്പാൻ അവൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. സ്തോത്രം. ആ അധികാരത്തിൽ കയറി ചെന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എന്റെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് തൃപ്തി പ്രാപിപ്പാനല്ല, അവൻ സ്തോത്രം നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ദൗത്യം കർത്താവേ ഞാൻ ഏറ്റെടുക്കുന്നു. യേശു ഏറ്റെടുത്തിയ ദൗത്യം ഞാനിതാ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ദൗത്യവുമായി ഞാൻ നീ ദൈവസ്ഥാനം നിൽക്കുമെങ്കിൽ എന്റെ ഇന്ത്യയും അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിവുള്ള ദൈവസാന്നിധ്യമാണ് വചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. യോബിനെ കുറിച്ച് നാം പഠിക്കുന്നു. യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരും. എന്റെ ഇന്ത്യയും അവസ്ഥയ്ക്ക് മാറ്റം വരാൻ ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് നിനക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന, വ്യക്തിപരമായി ദൈവത്തോട് കാര്യങ്ങൾ പറയുന്ന, അവൻ സ്തോത്രം തങ്ങളുടെ വിഷയങ്ങൾ മാത്രം എടുത്ത് പ്രാർത്ഥിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. അവൻ സ്തോത്രം. എന്നാൽ ആ പ്രാർത്ഥന നിർത്തിയിട്ട് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം യോബിനെ പോലെ നമുക്കൊന്ന് ഏറ്റെടുക്കാം. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമോ?
എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തേ മതിയാകും. അതാ ദൈവം അന്വേഷിക്കുന്നത്. സ്തോത്രം. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്നും മതികെട്ടി പ്രാർത്ഥിപ്പാൻ ഉത്തരവാദിത്വം ഞാൻ നീ ഏറ്റെടുത്താൽ യോബിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ കർത്താവിന്റെ സാന്നിധ്യം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനിടയായിത്തീരും. ആരൊക്കെയോ ഭാരത്തോടെ വേദനയോട് നിങ്ങൾക്കാൽ ദൈവസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഭാരം കർത്താവ് അറിയുന്നുണ്ട്. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് വിടുതൽ തരണമെങ്കിൽ ഏറ്റെടുക്കേണ്ട ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്, പ്രാർത്ഥനയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവസമയം നിൽക്കുമെങ്കിൽ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കർത്താവ് വിശ്വസ്തന. ആ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, ആ പ്രാർത്ഥനയുടെ ദൗത്യമായി മുന്നേറാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പാദത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനിടയായിത്തീരും. ഇന്നായിരിക്കുന്ന അവസ്ഥകൾ, ഭാരങ്ങൾ, വേദനകൾ എല്ലാം മാറ്റി നമ്മെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. ആ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കാലം നമ്മെ ഒന്നുകൂടെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കുക. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആമേൻ. സ്തോത്രം. അടുത്ത ആഴ്ചക്കാലം മറ്റൊരു വിഷയമായി നാം ഒരുമിച്ച് വരുന്നത് വരെ കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യും.